ഹലോ. തോമസ്. ഓക്കെ ഓക്കെ, ഞാനിപ്പോൾ അവിടെ വരാം. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വരണം സർ. ഹൂ ഈസ് വിനോദ്? ഇതാണ് സർ. ഞാൻ ആ കൗണ്ടർ ഫീറ്റ് സ്ക്വാഡിന് ഫോൺ ചെയ്തത്. ഇപ്പോ ഇത്തരം കൗണ്ടർ ഫീറ്റ് നോട്ടിന്റെ കേസുകൾ ആദ്യം ഞങ്ങളെ അന്വേഷിക്കാം. ഈ 2 ബണ്ടിൽസും കൗണ്ടർ ഫീറ്റ് ആണ് സർ. ഈ നോട്ട്സ് ഇതുപോലെ ബണ്ടിലായിരുന്നോ അതോ? അല്ല, ഒറിജിനലിന്റെ കൂടെ മിക്സ് ചെയ്തിരുന്നു. ഞങ്ങളാ പിന്നെ ഇത് സെപ്പറേറ്റ് ചെയ്തത്. എവിടുന്നാ റെമിറ്റൻസ് വന്ന? ആരെ പണം അടച്ച്? സോറി സർ, കസ്റ്റമറുടെ പേര് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. എങ്ങനെ 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 കസ്റ്റമറുടെ പേര് പറയാൻ പറ്റില്ലെന്നോ? പറയേണ്ടി വരുമല്ലോ. ഇതെന്താ ബാങ്കിന്റെ നിയമമാണോ? അല്ല, അതൊരു പോളിസിയാണ്. ഇല്ലെങ്കിൽ ഹെഡ് ഓഫീസിൽ നിന്ന് പെർമിഷൻ വാങ്ങേണ്ടി വരും. എവിടുന്ന് വാങ്ങിയാലും വിരോധമില്ല. ഞങ്ങൾക്ക് ആ പേര് കിട്ടിയേ പറ്റൂ. വളരെ ഇമ്പോർട്ടന്റ് അക്കൗണ്ടാണ്. എന്തോ അബദ്ധം പറ്റിയതാ. അല്ലാതെ അദ്ദേഹം ഒരിക്കലും അത്രക്കാരനല്ല സർ. ഏതായി അദ്ദേഹം? ടെൽ ദ നെയിം. അത് ഇസാ മുഹമ്മദ് ഹാജി. അദ്ദേഹം ഞങ്ങൾക്കും വളരെ വളരെ ഇമ്പോർട്ടന്റ് അക്കൗണ്ടാണ്. അദ്ദേഹം നേരിട്ടാണോ ഇത് റെമിറ്റ് ചെയ്തത്? അല്ല, സ്റ്റാഫ് ആരാണ് റെമിറ്റ് ചെയ്തത്. ഇതിനു മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഒരിക്കൽ, പക്ഷേ ഇത്രയധികം നോട്ട്സ് ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തോ അബദ്ധം പറ്റിയതാണെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ? എടോ, അന്ന് രക്ഷപ്പെട്ട പുലി മുരുകനെയും പുലി അലിയെയും ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. വാദി നമ്മളായതുകൊണ്ടാണോ പോലീസിന് ഈ ഉദാസീനത? ഉദാസീനത ഒന്നുമല്ല സർ. നിരന്തരമായി അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. താമസിയാതെ അവർ വലയിലാകും. ഇതൊക്കെ പറയും. ഒരു ദിവസം ഏതെങ്കിലും വക്കീൽ വഴി ജാമ്യം എടുത്ത ശേഷമായിരിക്കും നമ്മൾ അറിയുക. അതൊന്നും ഒരിക്കലും സംഭവിക്കില്ല സർ. അവർ കോടതിയിൽ ജാമ്യത്തിന് ചെന്നാൽ നമ്മളെ അറിയിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു കഴിഞ്ഞു. അയ്യോ സാർ, വഴി തെറ്റി. വീട്ടിലേക്ക് വലത്തോട്ടാ തിരിയേണ്ടത്. ഇവിടെ VVIPയുടെ വഴി വരെ തെറ്റിച്ചവരാ നമ്മുടെ സഹോദരങ്ങള്. പിന്നല്ലേ തന്റെ വീട്ടിലേക്കുള്ള വഴി. സാർ, പുലികളെ തേടി പോകണോ ഈ രാത്രിയില്? പുലിയെ തേടി തന്നെ. പക്ഷേ ഈ പുലി ഒരു വൻ പുലിയാണെന്ന് മാത്രം. ഹാജി ഇസാ മുഹമ്മദ്. ഇറങ്ങി വാ രമണ സാറേ. ഹാജി ഇസാ മുഹമ്മദ് ഇവിടെ എന്തിനാ? ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ പുലി. അയ്യോ സാറിന് ആള് തെറ്റിപ്പോയി. ആ പുലിപ്പുല്ലന്മാരുടെ സ്പോൺസർ ഇദ്ദേഹം അല്ല. ഇദ്ദേഹവും ഒരു സ്പോൺസർ തന്നെയാണ് രമണ സാറേ. Perhaps a most dangerous sponsor. ഈ അർദ്ധരാത്രി തന്നെ സ്പോൺസറെ കാണണോ? കാണണം. മൂപ്പര് വലിയ ആളാ. അതിലും വലിയ ആളാടോ നമ്മള്. എന്നാലും രമണ സാറിന് ഭയമാണെങ്കിൽ വരണ്ട. ഹേയ്, ഭയമൊന്നുമില്ല, ചെറിയൊരു പേടി. രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെ രമണ സാറേ. ആരാ? നമസ്കാരം. എന്താ? ഹാജിയോ മരുമകനോ അതോ മാനേജരോ? ഇത് ഇസാ മുഹമ്മദ് ഹാജിയാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അത് ഞാനാ. മനസ്സിലായില്ല. ഞാൻ വേറൊരു രൂപമാണ് പ്രതീക്ഷിച്ചത്. ഐ ആം ബാബ കല്യാണി, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്, ലോ ആൻഡ് ഓർഡർ. ഓ, ഇത് മിസ്റ്റർ രമണൻ. ഈ മുഖം എനിക്ക് പരിചയമുണ്ട്. ഞാൻ SI രമണൻ. ആ, അകത്തിരുന്ന് സംസാരിക്കാം. ധാരാളം വായിക്കുമല്ലേ? He got a very good collection.
അതെ, ധാരാളം വായിക്കും. എന്താ വന്നത്? രാത്രി ഏറെ വൈകി താങ്കളെപ്പോലെ ഒരാളെ കാണാൻ വരണമെങ്കിൽ തക്കതായ കാരണം ഉണ്ടാവണ്ടേ? എനിക്ക് താങ്കളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. തൃപ്തികരമായ മറുപടിയാണെങ്കിൽ നമുക്ക് പരസ്പരം ഗുഡ് നൈറ്റ് പറഞ്ഞ് വേഗം പിരിയാം. മറിച്ചാണെങ്കിൽ യു ആർ ഗോയിങ് ടു ബി ഇൻ ഡീപ് ട്രബിൾ. അർദ്ധരാത്രിയിൽ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ എന്നെ തിരക്കി വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. എന്താ ചോദ്യങ്ങൾ? ഒരു അന്വേഷണത്തിനിടയിൽ ഒരിക്കലും കാണാൻ പാടില്ലാത്ത സ്ഥലത്ത് നിങ്ങളുടെ ലാൻഡ് ഫോൺ നമ്പർ കണ്ടു. 048425799393. നിങ്ങളുടെ നമ്പറല്ലേ? അതെ, ആ നമ്പർ എവിടെയാ കണ്ടത്? ആവശ്യം വന്നാൽ പറയാം. നിങ്ങൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊടുത്തയച്ച ക്യാഷിൽ നല്ല നോട്ടുകൾക്കൊപ്പം വ്യാജ നോട്ടുകളും ഉണ്ടായിരുന്നു. ആ വിവരം ബാങ്കുകാർ പറഞ്ഞു. അവർ പറഞ്ഞതനുസരിച്ച് ഒരു കംപ്ലൈന്റ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. കംപ്ലൈന്റ് ഒക്കെ ജസ്റ്റ് റൊട്ടീൻ അഫയർ. ആ വ്യാജ നോട്ടുകളുടെ സോഴ്സ് അതാ ഞാൻ അന്വേഷിക്കുന്നത്. ആ അക്കൗണ്ട് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലുള്ളതാണ്. പലയിടത്തുനിന്നും വരുന്ന സംഭാവനകൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അതിൽ ഒറിജിനൽ ആര് തന്നു, വ്യാജ നോട്ടുകൾ ആര് തന്നു എന്ന് ഞാൻ എങ്ങനെ അറിയാനാ? Nowadays, charitable trust organizations have become an easy platform for organized crimes. ഇതാദ്യമായിട്ടല്ലല്ലോ. ഇതിനു മുമ്പും ഇതേ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ അബദ്ധം പറ്റിയാൽ ഏത് കോമൺ സെൻസ് ഉള്ള മനുഷ്യനും അലേർട്ടാവും. ഒരുപാട് വായനയും അറിവുള്ള നിങ്ങൾ എന്തുകൊണ്ട് അലേർട്ടായില്ല? വലിയ വലിയ എമൗണ്ടുകൾ ചെക്കായിട്ടോ ഡ്രാഫ്റ്റായിട്ടോ എന്തുകൊണ്ട് നിങ്ങൾ വാങ്ങിയില്ല? മതമൗലികവാദവുമായി ബന്ധമുള്ള കേസുകളിൽപ്പെട്ട പലരെയും നിങ്ങൾ ജാമ്യത്തിലെടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ മനസ്സിലായി. ഉവ്വ്, അതിൽ നിയമവിരുദ്ധമായിട്ടൊന്നുമില്ല. കോടതി നിർദ്ദേശിക്കുന്ന വ്യവസ്ഥയിൽ ആർക്കും ജാമ്യം നിൽക്കാം. അതൊക്കെ ആയിരിക്കാം. അപ്പോ മതമൗലികവാദികളോട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുള്ളതിന് തെളിവാണത്. അത് ഹാജിയാർ തെറ്റിദ്ധരിക്കണ്ട. സാറ് ചെറിയൊരു സംശയം ചോദിച്ചതേ ഉള്ളൂ. ചെറിയ സംശയമൊന്നുമല്ല, ശ്ശെ. വളരെ വലിയ സംശയം തന്നെയാണ്. എനിക്ക് ഉത്തരം കിട്ടിയേ തീരൂ. 5-6 വർഷങ്ങൾക്ക് മുമ്പ് മതമൗലികവാദികളുമായി എനിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിലൊരല്പം വാസ്തവം ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കുമായിരുന്നു. പക്ഷെ ഇത് നിങ്ങളുടെ വെറും സംശയം മാത്രമാണ്. കാരണം കൂടി പറയണം. പറയാം. ഇത് ബൈബിൾ, ഖുർആൻ, ഭഗവത്ഗീത. വർഷങ്ങൾക്ക് മുമ്പ് ഇവ മൂന്നും അകന്ന് 3 റാക്കുകളിലായിരുന്നു. ഈ ഗ്രന്ഥങ്ങൾ വായിച്ചപ്പോൾ ആദ്യമൊക്കെ എനിക്കൊന്നും മനസ്സിലായില്ല. വീണ്ടും വീണ്ടും വായിച്ചു. അവസാനം ഞാനിത് ആഹാരമാക്കി. അപ്പോഴൊരു സത്യം എനിക്ക് മനസ്സിലായി. ഇതിൻ്റെ എല്ലാം രുചി ഒന്നാണെന്ന്. നീണ്ട 8 വർഷമെടുത്തു ഇവ മൂന്നും ഒരേ റാക്കിലെത്താൻ. മറ്റുള്ള മതങ്ങളെക്കുറിച്ച് അത്രയ്ക്ക് മനസ്സിലാക്കാത്ത കാലഘട്ടത്തിൽ ചില തെറ്റുകൾ ഞാനും ചെയ്തിട്ടുണ്ട്, നിഷേധിക്കുന്നില്ല. പലർക്കും ജാമ്യം നിന്നിട്ടുണ്ട്, സാമ്പത്തിക സഹായം ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അതിനൊന്നും തീവ്രവാദവുമായി ബന്ധമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞ വ്യാജനോട്ടുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. മിസ്റ്റർ ഇസാ മുഹമ്മദ് ഹാജി, നിങ്ങൾ പണ്ഡിതനായിരിക്കാം, പക്ഷെ പാണ്ഡിത്യത്തിനും അറിവിനും അപ്പുറമാണ് സത്യം. യഥാർത്ഥത്തിൽ ആ സത്യത്തെ നിങ്ങൾ രുചിച്ചിട്ടുണ്ടെങ്കിൽ ആ സത്യം നിങ്ങളെ രക്ഷിക്കും. മറിച്ചാണെങ്കിൽ ഞാൻ വീണ്ടും വരും വ്യക്തമായ തെളിവുകളോടെ. ഗുഡ് നൈറ്റ്. ബാപ്പാ, എന്റെ മകളാണ് സുലേഖ. ഇത് സുലേഖയുടെ ഹസ്ബൻഡാ, സഹീർ അഹമ്മദ്. ബാബു എന്ന് വിളിക്കും, കോളേജ് ലെക്ചറാ. ഇത് ബാബ കല്യാണി, അസിസ്റ്റന്റ് കമ്മീഷണറാ. ഹലോ. ഹലോ. ഇയാളെന്തിനാ ഈ അർദ്ധരാത്രിക്ക് ഇവിടെ വന്നത്? അയാൾക്ക് എന്തൊക്കെയോ സംശയം, അത് ചോദിക്കാൻ വന്നാ. സാറിപ്പോഴും ഹാജി തന്നെ നിൽക്കുകയാണോ? അതെ. എടോ, ഒന്നുകിൽ ഈ ഹാജി ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഇന്റലിജന്റ് ക്രിമിനൽ, കക്കാനും നിൽക്കാനും അറിയാവുന്നവൻ, അല്ലെങ്കിൽ ഏറ്റവും വലിയ മഹാനായ മനുഷ്യൻ. കാലം അത് തെളിയിക്കും. 4:30 സാർ. അതുകൊണ്ട് അതുകൊണ്ട് രണ്ടും പോയി. ഗുഡ് നൈറ്റ് രമണ സാർ. ഗുഡ് നൈറ്റോ? ഗുഡ് മോർണിംഗ് ആയി സാർ. മണി 5 ആയി. 5 മണിയായോ? അതെ. മൈ ഗോഡ്. കുറച്ച് സമയം പോയി കിടന്ന് ഉറങ്ങടോ. ഇനി എന്ത് ഉറങ്ങാൻ? കുളിച്ച് യൂണിഫോം മാറി സ്റ്റേഷനിലേക്ക് വന്നാൽ പോരെ.
8 മണിക്കൂർ ഡ്യൂട്ടി ഇദ്ദേഹത്തിന് ബാധകമല്ലെന്ന് തോന്നുന്നു.